ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കിച്ചൻ്റെ പരിപാടിയല്ല കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ പറമ്പിലെ ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേമ്പും ചേനയും നട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഈ ചേമ്പൊക്കെ നേരമില്ല നോക്കാനായിട്ട്. ചേമ്പൊക്കെ ഇങ്ങനെ മുളച്ച് ഇത്രയും നീട്ടമായി വന്നേക്കുന്നത് കണ്ട. ചേമ്പിൻ്റെ നീട്ടം കണ്ട, വണ്ണം ഇത്രയും നീട്ടമുണ്ട്. ഈ ചേമ്പ് മുളച്ചതാണ് കണ്ട. എന്നിട്ട് മുളച്ച അതിൻ്റെ കൂമ്പാണിത്. ഇത് രണ്ടും അതിൻ്റെ കൂമ്പാണ്. പിന്നെ ഈ രണ്ട് ചേമ്പ് ഒരു ചെറുതുകൊണ്ട് ഇനിയും പറിക്കാനുണ്ട് കേട്ടോ. പറിച്ചില്ലേ. തൽക്കാലം ഞാൻ പെട്ടെന്ന് രണ്ടെണ്ണം വൈകുന്നേരം വിശക്കണമല്ലായിരുന്നു ഇല്ലെന്ന് ഓർത്ത് ഞാൻ വാങ്ങാൻ ചെന്നതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സാധനം കിട്ടിയപ്പോൾ ഞാൻ സന്തോഷിച്ച്. ഈ ഒരു കപ്പയും ഇതുണ്ട, ഒരു തണ്ട് കപ്പ ഉണ്ടായിരുന്നു ഇവിടെ, ഒറ്റ ഒരു തണ്ട്. അത് ഞാൻ നോക്കിയപ്പോൾ ഇതിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചേക്കും കേട്ടാ. പിന്നെ ചേന ഉണ്ടായി വന്നിട്ട് ചേന അങ്ങ് ഇത്രയും ഉണ്ടാവുള്ളൂ. ചേന ഇത്രയും ഉണ്ടായുള്ളൂ ഞാൻ നടുമ്പോഴും. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് വീണ് കിടക്കണം കേട്ടോ. ഞാനൊന്ന് മാന്തി നോക്കിയതാണ്. അപ്പം ഇത്ര ഉള്ളൊരു ചേന, കർക്കിടക മാസമല്ലേ, ഇതൊക്കെ കഴിക്കാമല്ല ഇപ്പം. അപ്പം അങ്ങനെ ഇത് പറിച്ച് എടുത്ത് രണ്ടിലേക്ക്. ചേമ്പ് എനിക്ക് അത്ഭുതം തോന്നണം കേട്ടോ. ഞാൻ ഈ ചേമ്പ് ഇത്രയും ഉണ്ടായിട്ടില്ല എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ട്, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാകുമ്പോൾ ഇത് ഇങ്ങനത്തേക്ക് 2-3 കിട്ടണത് എനിക്ക്. ഞാനിപ്പോൾ ആ മരുന്നൊക്കെ ചെയ്യണോണ്ട് എൻ്റെ ചേമ്പൊക്കെ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വിത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ വെള്ളത്തിലിട്ട് നല്ലോണം തേച്ച് കഴുകിയെടുത്തതാണ്. അപ്പം ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഒരൊറ്റ മൂട് കപ്പ ഉണ്ടായുള്ളൂ എനിക്ക്. ഒരൊറ്റ മൂട്, ഒരു ചെറിയ മൂട് വെറുതെ ഒരു മൂലയിൽ കിടന്നു വെച്ചാൽ ഞാനിന്ന് മാന്തി നോക്കിയതാണ് വൈകുന്നേരം പണിയും കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പം ഇത്രയും സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് വെറുതെ ഒരു ചേമ്പൊക്കെ വല്ലയിടത്തൊക്കെ ഒന്ന് കുഴിച്ചിട്ട് നോക്ക്. നമുക്ക് ആവശ്യത്തിനൊക്കെ കിട്ടും, കഴിക്കാനുള്ള ഇതൊക്കെ കിട്ടും. വെറുതെ ചവറൊക്കെ വെട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ മതി. വേറെ ഒരു വളവും ഇട്ടിട്ടില്ല ഇതിന്. ചവറും ചാരവും അത് മാത്രമേ ഇട്ട് വെട്ടി മൂടി വെച്ചതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഇതിങ്ങനെ കിളുത്ത് തന്നെ, ചേമ്പ് പൊട്ടി മുളച്ചിട്ട് അതിൽ നിന്ന് കിളുത്ത് പറിക്കാണ്ടായപ്പോഴേ. അപ്പം ഞാനിന്നത് പറിച്ചതാണ് കേട്ടത്. അപ്പം ഇന്ന് ഞാൻ രാത്രി ഇത് തേങ്ങ ഒതുക്കിയിട്ടൊരു കറി ഉണ്ടല്ലോ, ജീരകവും തേങ്ങയൊക്കെ, അതും ഈ ചേമ്പ് കപ്പ കുറച്ചെടുക്കും, ഒരു ചേമ്പ് എടുക്കും. എല്ലാം കൂടി എടുക്കാൻ കഴിക്കാൻ ആളില്ല ഇവിടെ. അപ്പം ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പം നിങ്ങളൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചൊന്നും യൂട്യൂബിൽ ഇട്ടിട്ടില്ല. എന്തെങ്കിലും ഇടാനായിട്ട് സമയമില്ലാണ്ട് ഇടാത്തത് കേട്ടോ. പണിയും കഴിഞ്ഞാലും ആകെ ടയേർഡാവും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പണി മടിയാവും. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം കഴിക്കാനൊന്നും ഉണ്ടായില്ല. വിശന്നിട്ടാണെങ്കിൽ വയ്യായിരുന്നു. അപ്പം ഞാനിത് മാന്താൻ പോയതാണ്. മാന്തി വന്നപ്പോഴേക്ക് ഇത്രയും സാധനം കിട്ടി. അന്നേ എനിക്കിന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇത് ഇങ്ങനെ എല്ലാവരും ഒക്കെ ഒരേ മൂട് ചെയ്യുമ്പോൾ കപ്പയൊക്കെ നട്ടാലുണ്ടല്ലോ, നമുക്ക് ഇടയ്ക്കൊന്ന് പോയി തിരഞ്ഞ് ഭക്ഷണം കഴിക്കാം, പുഴുങ്ങി കഴിക്കുക. ഇത് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മംഗലത്തിൽ വെച്ച് പുഴുങ്ങണം. ഇത് മംഗലത്തിൽ ഇത് ചീവിയൊക്കെ കഴുകിയിട്ട് കഷ്ണമാക്കിയിട്ട് മംഗലത്തിൽ വെച്ച് പുഴുങ്ങണം, ഉപ്പിട്ടിട്ട്. എന്നിട്ട് പുഴുങ്ങി കഴിയുമ്പോൾ ഇത് കമത്തുമ്പോൾ നമുക്ക് കമത്തിയാൽ കിട്ടൂലേ ഈ സാധനം, അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം നമ്മൾ ഒത്തിരി കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ. തേങ്ങയൊക്കെ ചിരണ്ടി ചിലപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഈ ചേമ്പ് കഴിക്കണത്. നല്ല ടേസ്റ്റാണ്. ഈ ഇതുണ്ടല്ലോ കടച്ചക്ക അങ്ങനെ തന്നെയാണ്. തേങ്ങയിട്ട് പുഴുങ്ങണം, അല്ലെങ്കിൽ പാലിൽ തേങ്ങാപ്പാലിൽ പുഴുങ്ങണം. എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ. ഇത് നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പം ഞാൻ തേങ്ങയിട്ട് പുഴുങ്ങാൻ പോവുക ഇത് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ചേന നാളെ കറി വയ്ക്കും ഞാൻ. നല്ല ഒരു ചെറിയ ചേനയാണിത്. അപ്പം ഇത് ഞാൻ നാളെ കറി വയ്ക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഇതിനകത്തൊരു കുട്ടി ചേമ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് ആദ്യം കണ്ടുണ്ടായതാണ് ഈ ചേമ്പ്, ഇപ്പോഴും കൊണ്ടായതല്ല. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് 2 ദിവസത്തേക്ക് ഭക്ഷണമായിട്ടുണ്ട് ഇപ്പം. അപ്പം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ പ്രേക്ഷകരെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ബൈ.